I would like to share about four graduates from Babylonian University. So let's turn our attention to the scripture portion, book of Daniel, chapter 3, verse 16 to 18. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ ദൈവസന്നിധിയിൽ വായിക്കുന്നു. ചന്ദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരെ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. ഇഫ് ദിസ് ബി അവർ ഗോഡ് whom we serve is able to deliver us from the burning furnace, and he will deliver us out of your hand. But if not, be it known to you, O king, that we will not serve your gods or worship the golden image that you have set up. വളരെ പരിചിതമായിരിക്കുന്ന ഒരു തിരുവചനമാണ് നമ്മൾ വായിച്ചത്. So book of Daniel is one of the amazing book in the Bible. ബൈബിളിലെ വളരെയധികം സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു പുസ്തകമാണ് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം. So it has especially two important stories, and this book share about the world history, some of the faith matters, and also it explain about the amazing journey of 4 Hebrew boys. 4 ചെറുപ്പക്കാരുടെ സാഹസികമായിരിക്കുന്ന ജീവിതയാത്രയെപ്പറ്റിയുള്ള ചരിത്രമാണ് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. So you know the story of Daniel and his friends. So they were in exile and they were studied in a Babylonian University and worked under the Babylonian government. ബാബിലോണിയൻ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ ബാബിലോണിലെ രാജാവിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ടൊക്കെ പ്രവർത്തിച്ച പ്രിയപ്പെട്ടവരായിരുന്നു ഡാനിയേലും അതുപോലെ തന്നെ 3 സഹോദരന്മാരും. ഈ വേദഭാഗത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്ത, so these Hebrew boys, so they were in the midst of Babylonian culture and also biblical culture. ഈ സഹോദരന്മാർ, ഈ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ടവർ 2 കൾച്ചറിലായിരുന്നു ജീവിച്ചിരുന്നത്. So they were in the midst of Babylonian culture and also in the midst of biblical culture. അന്നത്തെ സംസ്കാരത്തിലും അതുപോലെ തന്നെ ദൈവ പുസ്തകപരമായിരിക്കുന്ന സംസ്കാരത്തിലുമാണ്. ഇന്നത്തെ കാലഘട്ടത്തിലും we are also living in this present day culture and also in the biblical culture. So you know that the culture is actually a way of life, right? കൾച്ചർ എന്ന് പറയപ്പെടുന്നത് ഒരു ജീവിത വഴിയാണ്. It consists food, language, behavior, faith and practices. So there are different things included in the culture. കൾച്ചറിൻ്റെ അകത്ത്, സംസ്കാരത്തിൻ്റെ അകത്ത് പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണമുണ്ട്, നമ്മുടെ ഭാഷാ പ്രയോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫെയ്ത്ത് പ്രാക്ടീസസിനെയെല്ലാം നമുക്ക് കൾച്ചർ എന്ന് വേണമെങ്കിൽ വിളിക്കാനായിട്ട് സാധിക്കും. So these Hebrew boys, they prepared their body, mind and spirit in the Babylonian culture, and they follow the biblical culture. ബാബിലോണിയൻ കൾച്ചറിൽ ജീവിച്ചിരുന്ന ഈ സഹോദരങ്ങൾ, so they prepared their body, mind and spirit for the better future. So graduates, you have to prepare your body, mind and spirit for the better future.
ഈ ദിവസങ്ങളിൽ എല്ലാ സ്റ്റുഡൻസും, എല്ലാ കുഞ്ഞുങ്ങളും, എല്ലാ യൗവനക്കാരും, യു നീഡ് ടു പ്രിപ്പയർ യുവർ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ഫോർ ദ ബെറ്റർ ഫ്യൂച്ചർ. Because we are living in this worldly culture, at the same time we have to follow the biblical culture. അങ്ങനെയുള്ള ഒരു ജീവിത കാലഘട്ടത്തിൽ കൂടെ കടന്നുപോയ ഈ പ്രിയപ്പെട്ടവർ, ഇവിടെ കൾച്ചറുകൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ദാനിയേലും തൻ്റെ കൂട്ടു സഹോദരന്മാരുമെല്ലാം അന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ പലതും അവർ ദൈവത്തിന് വേണ്ടിയും അവരുടെ സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് തയ്യാറായ പ്രിയപ്പെട്ടവരായിരുന്നു. So you know that the food and clothes associate with our body. So they prepared their body for the better future. Especially in the first chapter we can see that they abstained from the food. ഒന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവർ ചില പാനീയങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ചില ഫുഡ് കാര്യങ്ങളിൽ നിന്നുമൊക്കെ അവർ മാറി നിന്നതായിട്ട് ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദേ പ്രിപ്പയർ ദർ ബോഡി, അവരുടെ ശരീരത്തെ അവരെ ഒരുക്കുകയായിരുന്നു പ്രധാനമായിട്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ഈ വൈൻ ആൻഡ് മീറ്റ് ഐറ്റംസ് ദേ ഓഫറിംഗ് ടു ദ പാഗൻ ഗോഡ്സ്. ദാറ്റ്സ് എ റീസൺ ദേ അബ്സ്റ്റെയിൻ ഫ്രം ദ മീറ്റ് ആൻഡ് വൈൻ. വീഞ്ഞിൽ നിന്നും അതുപോലെ തന്നെ മീറ്റ് ഐറ്റംസിൽ നിന്നുമൊക്കെ അവർ ഒഴിഞ്ഞിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയപ്പെടുന്നത് അന്നത്തെ ബാബിലോണി രാജാക്കന്മാർക്ക് അത് യാഗമായിട്ട് അർപ്പിച്ചതിന് ശേഷമാണ് നൽകിയിരുന്നത്. അതുകൊണ്ടായിരുന്നു അന്നത്തെ സംസ്കാരത്തിൽ അവരത് മാറി നിൽക്കുവാനായിട്ട് ശ്രമിച്ചത്. ഇപ്പോൾ ഫുഡ് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ സംസ്കാരമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. ഇപ്പം നമുക്ക് നമ്മുടെ സംസ്കാരം അനുസരിച്ച്, കേരള കൾച്ചർ അനുസരിച്ച് കപ്പ, മീൻകറി നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ബോഡിയുമായിട്ട് അതിന് വളരെയധികം ലയനങ്ങൾ ഉള്ളതാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് എന്തുവാ കുബൂസ്, അവർക്ക് അതിനോട് വളരെയധികം അവരുടെ ആ സംസ്കാരം അതുമായിട്ട്, ഇവിടെ സാൻഡ്വിച്ച്, ബർഗർ അങ്ങനെയുള്ള, അപ്പോൾ ഈ സംസ്കാരങ്ങൾ ഫുഡുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ആഹാരശുദ്ധി വരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ശാരീരിക ശുദ്ധി ഉണ്ടാകത്തുള്ളൂ. ശാരീരിക ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ മാനസിക ശുദ്ധി ഉണ്ടാകത്തുള്ളൂ. മാനസിക ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ആത്മീക ശുദ്ധി ഉണ്ടാകത്തുള്ളൂ. So don't pollute your body with the junk food. Prepare your body for a better future. So you are the temple of God. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അപ്പം നമുക്കറിയാം ഇതൊരു ദേവാലയമാണ്. ഈ ദേവാലയത്തിൽ നമ്മൾ മോശമായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ദേവാലയത്തിലാണോ ഇതുകൊണ്ട് വെച്ചിരിക്കുന്നത്. ഇപ്പം ഇവിടെ മോശമായിട്ടുള്ളൊരു കാര്യങ്ങൾ, കുറേ വൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എതിർക്കും, ഇല്ലേ? ആരാധനാലയത്തിലാണോ മോശമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ടുവച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ എതിർക്കും. അല്ലെങ്കിൽ ഒരു ചീട്ടുകളി, മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എതിർക്കും. In the same manner you have to think about that you are the temple of God. So don't pollute your body with the junk food, and don't project your beautiful body for other people. അതൊക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. So don't project your body. Your body is beautiful. It's a temple of God. Don't project that body for other people. I think you understand what I'm saying, right? So don't pollute and don't project. Prepare your body for the better future. So these Hebrew boys, they prepared their body to glorify the Lord. നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ്. ആ ശരീരങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ആലയങ്ങളാണ്. അത് പ്രയോജനപ്പെടുത്തുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ യൗവനക്കാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും. ഇവിടെ നമുക്ക് താഴോട്ട് വരുന്ന സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, കൾച്ചർ ഈസ് എ വേ ഓഫ് ലൈഫ്. ഇറ്റ് അസോസിയേറ്റ് വിത്ത് ഫുഡ്, ക്ലോത്ത്സ്, ലാംഗ്വേജ് ആൻഡ് ബിഹേവിയർ, ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസസ്. നമ്മുടെ ഭാഷകൾ നമ്മുടെ സംസ്കാരവുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. നമ്മുടെ ഭാഷയ്ക്ക്, ഈ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ആക്ച്വലി ലാംഗ്വേജ്? ചിന്തകൾക്ക് വസ്ത്രം അണിയിക്കുന്നതാണ് ഭാഷ എന്ന് പറയപ്പെടുന്നത്. ഇപ്പം നമ്മുടെ ചിന്തകളുടെ മേൽ ഹിന്ദിയുടെ വസ്ത്രം അണിയിപ്പിക്കുമ്പോൾ അത് ഹിന്ദി ലാംഗ്വേജായി. നമ്മുടെ ചിന്തകളുടെ മേൽ ഇംഗ്ലീഷിൻ്റെ വസ്ത്രം അണിയിക്കുമ്പോൾ അത് ഇംഗ്ലീഷ് ലാംഗ്വേജായി. നമ്മുടെ ചിന്തകളുടെ മേൽ മലയാളത്തിൻ്റെ വസ്ത്രം അണിയിക്കുമ്പോൾ അത് മലയാളമായി.
സോ ലാംഗ്വേജ് ഈസ് കണക്റ്റഡ് വിത്ത് കൾച്ചർ ആൻഡ് ക്യാരക്ടർ. നമ്മുടെ സ്വഭാവങ്ങളുമായിട്ട് ഒത്തിരി ഭാഷകൾക്ക് ഒത്തിരി ബന്ധമുണ്ട്. നിങ്ങൾ ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുന്ന സന്ദർഭത്തിൽ ഡാനിയേൽ ആൻഡ് ദ ഹീബ്രു ബോയ്സ്, ദേ യൂസ് ദ ലാംഗ്വേജ് ഓഫ് പൊളൈറ്റ്നസ്. അവരുപയോഗിച്ച ഭാഷാ പ്രയോഗങ്ങൾ എന്ന് പറയപ്പെടുന്നത് സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. ഭാഷ, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകൾ, നിങ്ങളുടെ ഭാഷകളിൽ തന്നെ മനസ്സിലാകാൻ നിങ്ങൾ ഏത് ചാനലുകളാണ് കാണുന്നത് തന്നെ. നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങൾ ഏത് ഭാഷാ പ്രയോഗമുള്ള ആളുകളാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? അതിന് പ്രത്യേക പദങ്ങളൊന്നും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ഫേസ്ബുക്കിലെ കമൻറ്റുകൾ മുഖാന്തരം മനസ്സിലാവും നിങ്ങളുടെ ഭാഷ ഏതാണ്, നിങ്ങളുടെ സംസ്കാരം എന്താണെന്ന് നിങ്ങൾ അന്നേരം തന്നെ മനസ്സിലാവും. ഇപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഭാഷയ്ക്ക് ഒത്തിരി സ്വാധീനമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, റെയിൽവേ സ്റ്റേഷനിലും ചന്തയിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഭയങ്കര ഒച്ചത്തിൽ കടന്ന് സംസാരിക്കും, ഇല്ലേ? കാരണം ബഹളങ്ങൾ കൊണ്ടാണ് അവർ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി ബഹളം കൊണ്ടാണ്. അങ്ങനെ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരു അച്ചാൻ ഒരു സഭയിലെ വിശ്വാസിയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാസ്റ്ററെ ഭവന സന്ദർശനത്തിൽ ചെന്ന് പൊട്ടി വിളിച്ച സന്ദർഭത്തിൽ അച്ചാൻ കഥ തുറന്നു. അപ്പോൾ പാസ്റ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ യൂഷ്വൽ ലാംഗ്വേജ് ആണ് അത്. കാരണം പുള്ളി നിരന്തരമായിട്ടുള്ള സമ്പർക്ക മുഖാന്തരം പുള്ളിയുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ഭാഷാ പ്രയോഗം. പുള്ളിയുടെ മനസാക്ഷി ശുദ്ധമാണ്, പക്ഷെ പുള്ളി പറഞ്ഞ ആ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, പാസ്റ്റർ പിന്നെ പേടിച്ച് വീട്ടിൽ പോരുന്നില്ല. അപ്പം തൊഴിലുമായിട്ട്, നിങ്ങൾ ഇടപെടുന്ന മേഖലകളുമായിട്ട്, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒക്കെ ഭാഷയ്ക്കൊത്തിരി ബന്ധങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് ഉപ്പിനാൽ രുചി വരുത്തുന്ന കൃപ നിറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കണമെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ലാംഗ്വേജ് ആൻഡ് ബിഹേവിയർ ക്രിയേറ്റ് വാട്ട് കൾച്ചർ യു ആർ ഫോളോയിങ്. ഏത് സംസ്കാരമാണ് നിങ്ങൾ പിന്തുടരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ദാനിയേലിൻ്റെയും തൻ്റെ സഹോദരന്മാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ ബിഹേവിയർ, സോ ദേ ഹാഡ് എ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. സഹായിക്കാനായിട്ടുള്ള നല്ല ബിഹേവിയർ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരായിരുന്നു ആ പ്രിയപ്പെട്ടവർ. അതുപോലെ തന്നെ ഇവരൊരു ടീം വർക്കായിരുന്നു. ഒരു വിഷയമുണ്ടായ സന്ദർഭത്തിൽ, നിങ്ങൾ 1-ാം അധ്യായം 2-ാം അധ്യായം വായിക്കുന്ന സന്ദർഭത്തിൽ ഒരു വിഷയമുണ്ടായ സന്ദർഭത്തിൽ ഇവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരായിരുന്നു ഈ പ്രിയപ്പെട്ടവർ. നിങ്ങൾ 1-ഉം 2-ഉം ഒക്കെ വായിക്കുമ്പോൾ ആ സ്വപ്നം വിവരിക്കുന്നതിനെ പറ്റി ദേശത്തൊരു പ്രഖ്യാപനം ഉണ്ടായ സന്ദർഭത്തിൽ ഇവർ ഒരുമിച്ച് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കാണുന്നത്. സോ ദേ ഹാഡ് എ ടീം വർക്ക്, ദേ ഹാഡ് എ ഗുഡ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഇൻ ദ ഫ്രണ്ട് സർക്കിൾ. അവരുടെ ആ സർക്കിളിൽ നല്ല ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇനിയും ഒരു വെളിപ്പാട് അവർക്ക് ലഭിച്ചപ്പോൾ, നിങ്ങൾ ശ്രദ്ധിക്കണം, 2-ാം അധ്യായം വായിക്കുമ്പം അവർക്കൊരു വെളിപ്പാട് ലഭിച്ചപ്പം ദാനിയേൽ ചെന്ന് പറയുന്ന പദങ്ങളുണ്ട്. ആ പദങ്ങളൊക്കെ വായിക്കേണ്ടതാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു വെളിപ്പാടുണ്ടായി. അപ്പം ഞാനാണെങ്കിൽ എന്തോ പറയും, നിങ്ങളെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിലും വെളിപ്പാട് എനിക്ക് ലഭിച്ചെങ്കിൽ ഞാനായിരിക്കും ഇവിടുത്തെ ഞാനായിരിക്കും ഹീറോ, ഞാനാണല്ലോ വെളിപ്പാട് പറയുന്നത്. പക്ഷെ ഇവരുടെ ഈ ടീം വർക്കിൻ്റെ അകത്ത്, അവരുടെ ഹാർമോണിയസ് റിലേഷൻഷിപ്പിൻ്റെ അകത്ത് അവർ പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തി. ഇന്നത്തെ സഭയുടെയും സമൂഹത്തിൻ്റെ ഒക്കെ വലിയൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയപ്പെടുന്നത്, അതിൽ ഒരെണ്ണം പ്രധാനപ്പെട്ടത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ്. ഐ ആം ഇമ്പോർട്ടൻറ്റ്, ഐ ഡിഡ് ഓൾ ദീസ് തിങ്സ്, ഞാനാണ് ഇതെല്ലാം ചെയ്തത്, ഞാനില്ലെങ്കിൽ പിന്നെ സഭയില്ല, പാസ്റ്റർ ഇല്ലെങ്കിൽ ഈ പാസ്റ്റർ പോയാൽ പിന്നെ വേറെ പാസ്റ്റർ സഭ ഉണ്ടാകത്തില്ലെന്നൊക്കെയാണ് പലരുടെ ധാരണ. അങ്ങനെയൊന്നുമല്ല. സോ ദാറ്റ്സ് എ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി. ചിലർ പറയുന്നുണ്ട്, ഞാൻ അവിടെ ചെയ്തു, ഞാനിത് ചെയ്തു. ദേ നീഡ് അഡ്മിറേഷൻ, അക്സെപ്റ്റൻസ്. മാർഷലിൻ്റെ തിയറിക്കകത്ത് ഏറ്റവും നമുക്കൊക്കെ ഫുഡും ഷെൽട്ടറും സെക്യൂരിറ്റിയും എല്ലാം ഉണ്ട്. അതൊക്കെ ബേസിക് നീഡ്സ് ആണ്. നമുക്കെന്താ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം? നമുക്കിനി ആവശ്യം എന്ന് പറയുന്നത് ഫുഡും ഷെൽട്ടറും ഒന്നുമല്ല, ആണോ? നമുക്കെല്ലാവരും ഒരുമാതിരി ഫുഡും ഷെൽട്ടറും ആ ലെവലെല്ലാം കഴിഞ്ഞ് നമുക്കിനി വേണ്ടിയത് ആ പിരമിഡിൻ്റെ അകത്ത്, മാർഷലിൻ്റെ പിരമിഡ് നോക്കിയാൽ മതി, അതിൻ്റെ അക്സെപ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇന്നത്തെ പല സഭകൾ തകർന്നു പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയപ്പെടുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ്. സോ ദേ നീഡ് അക്സെപ്റ്റൻസ് ഫ്രം അതർ പീപ്പിൾ because they are thinking that I am important, I can do these things, I am smart in this area, why don't they are not admitting me or accepting me? But എന്നാൽ ചില ആളുകൾ സാബറ്റാജ് ഗ്രൂപ്പുകളാണ്. അവരെ തന്നെ എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല,
So there are different types of people. ഇവിടെ ഈ ദാനിയേലിന്റെ ചരിത്രം, they create a culture. അവരൊരു കൾച്ചർ അവർ ക്രിയേറ്റ് ചെയ്തു. ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ഒരുമിച്ച് നിൽക്കുന്ന, ഒരു അനുഗ്രഹീതമായിരിക്കുന്ന കൾച്ചർ. ഞാൻ ഇന്നിവിടെ പറഞ്ഞത് ഒന്ന്, വി പ്രിപ്പയർ അവർ ബോഡി, മൈൻഡ് ആൻഡ് ദ സ്പിരിറ്റ്. അവർ ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസസ് അസോസിയേറ്റ് വിത്ത് സ്പിരിറ്റ്. നമ്മുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിശ്വാസവും അതുപോലെ തന്നെ പ്രാക്ടീസുകളും ഒക്കെ. നിങ്ങൾക്കറിയാം, ഈ വേദഭാഗങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇവരൊരു വിശ്വാസത്തിൻ്റെ വലിയൊരു പരിശോധനയിൽ വന്നു. മറ്റൊരു സംസ്കാരത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ, മറ്റൊരു കൾച്ചറിൽ ജീവിക്കുമ്പോൾ, മറ്റൊരിടത്ത് ജോലി ചെയ്ത് ജീവിക്കുമ്പോൾ, സോ ദേ വർ ഇൻ എ ഹൈ പൊസിഷൻ ഡ്യൂറിങ് ദാറ്റ് ടൈം. അവരൊരു ഹൈ പൊസിഷനിലായിരുന്നു ആ സന്ദർഭത്തിൽ. ഇവരുടെ പൊസിഷൻ കണ്ട അസൂയാലുക്കളായിരുന്ന മറ്റു പ്രിയപ്പെട്ടവർ അവരെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി, അവരുടെ പൊസിഷനിൽ നിന്ന് ഇറക്കാൻ വേണ്ടി അവരൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചു. അത് അവരുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ട്രാറ്റജിയായിരുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. സോ ദിസ് ഹീബ്രു ബോയ്സ്, ദേ ഫേസ് എ ഗ്രേറ്റ് ചാലഞ്ച് ഇൻ ദാറ്റ് ബാബിലോണിയൻ കൾച്ചർ. എന്താ അവർക്കുണ്ടായ വലിയൊരു പ്രതിസന്ധി എന്തായിരുന്നു? അവരുടെ പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത്, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്, തേർഡ് സ്ലൈഡ് ഐ തിങ്ക്. അവരുടെ പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത്, കിങ് നെബു put an image in the Facebook, a golden image. നെബൂഖദ്നേസർ രാജാവ് ഫേസ്ബുക്കിൽ ഒരു ഗോൾഡൻ ഇമേജ് ഉണ്ടാക്കിയിട്ടു. And most of them were commented and liked that image. You know that, right? എനിക്ക് തോന്നുന്നു ഞാനുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പം ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു ഗോൾഡൻ ഇമേജ് ഉണ്ടാക്കിയിട്ടു. അതിനെ പല ആളുകൾ ലൈക്ക് ചെയ്തു. ബട്ട് 3 Hebrew boys, they did not like it, they did not comment it. And Nebu wanted to unfriend him. സാധാരണ നമുക്ക് 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവരെ ഈ ഗോൾഡൻ ഇമേജിന്റെ മുൻപിൽ ഇവർ അതിനെ ലൈക്ക് ചെയ്തില്ല. അവരുടെ വിശ്വാസത്തിന് വേണ്ടിയും അവരുടെ സംസ്കാരത്തിന് വേണ്ടിയും അവരിൽ പ്രാപിച്ച ദൈവ ബോധത്തിന് വേണ്ടിയും അവർ നിലകൊണ്ടു. അതുകൊണ്ട് നമുക്കറിയാം, ദ കിങ് നെബു മേഡ് എ ബേണിംഗ് ഫർണസ്, ഒരു വലിയ കത്തുന്ന ഫർണസ് ഉണ്ടാക്കിയ ചരിത്രം നിങ്ങൾക്കറിയാവുന്നതാണ് 3-ാമത്തെ അധ്യായത്തിൽ. പക്ഷെ ഇവർക്കൊരു സംസ്കാരം ഉണ്ടായിരുന്നു, അവർ ദൈവത്താൽ നിയന്ത്രിക്കും. ദേ വർ ഗൈഡഡ് ബൈ ഗോഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവമക്കൾ വിശ്വാസത്തിന്റെ പരിശോധനയിൽ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് തയ്യാറാകുന്ന പ്രിയപ്പെട്ടവരായിരിക്കണം ഞാനും നിങ്ങളും. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവമായിരുന്നു അവരുടെ സാറ്റലൈറ്റ്. ഗോഡ് ഈസ് ദ സാറ്റലൈറ്റ്. ദൈവത്തിൽ നിന്ന് റൈസസുകൾ അത് പ്രാപിക്കുന്നത് ചർച്ചാണ്. ചർച്ച് ഈസ് എ ടവർ ആൻഡ് വി ആർ ദ ഡിവൈസസ്. നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ ഡിവൈസസുകൾ. പ്രതിസന്ധികളുടെ മധ്യത്തിൽ സ്വർഗീയമായിരിക്കുന്ന ദൈവത്തിൽ നിന്നും നമ്മൾ കൃപകളും ആജ്ഞകളും ഒക്കെ സഭയിൽ കൂടെ ഒക്കെ പ്രാപിച്ച് ഈ ജീവിതത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. നമ്മളിലൊക്കെ ഓരോ ഈ ഡിവൈസസിൽ ഓരോ GPS വെച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ GPS അല്ല, ഗ്ലോബൽ പൊസിഷനിങ് സാറ്റലൈറ്റ് അല്ല. God put God's path to salvation. That is our GPS. God's path to salvation. That's the GPS God put in your devices. You are the God's devices. So you have to get the information from the tower and from the satellite. God is our satellite. ദൈവത്തിൽ നിന്ന് കൃപകൾ പ്രാപിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് കഴിയുന്ന പ്രിയപ്പെട്ടവരായിരിക്കണം ഞാനും നിങ്ങളും. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ ഈ പ്രിയപ്പെട്ടവർ വിശ്വാസത്തിന്റെ പരിശോധനയുടെ മധ്യത്തിൽ അവർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ വായിച്ച വചനങ്ങളാണ് നമ്മൾ വായിച്ചത്. അവരതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് ആവശ്യമില്ല. ഈ പ്രതിസന്ധിയോടുള്ള ബന്ധത്തിൽ നീ എന്തെല്ലാം കൽപ്പിച്ചാലും we don't want to say anything because we don't want to serve you, we don't want to worship you because we have a faith, we have a culture, we have a biblical culture. So young children, students and youngsters, you have to follow the biblical culture in your life. So God put a GPS
in your devices. That's God's path to the salvation. ദൈവത്തിങ്കിലേക്കുള്ള വഴികൾക്ക് ദൈവം നിങ്ങളിൽ വെച്ചിരിക്കുന്ന ഒരു GPS ഉണ്ട്. അത് ദൈവത്തിൽ നിന്ന് നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും, ബാബിലോണിലെ പല രാജാക്കന്മാർ ഭരിച്ചു മാറിപ്പോയി എങ്കിലും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദാനിയേലിനെയും തൻ്റെ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ദൈവം ആ പട്ടണത്തിൽ നിലനിർത്തിയെങ്കിൽ ദൈവം നമ്മളെ ശക്തീകരിച്ച് നടത്തുവാൻ വിശ്വസ്ത